ഹായ്, IT ഫീൽഡിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് വെയിറ്റ്. എന്താണ് മെന്റർ ബ്രോ? മെന്റർ ബ്രോക്ക് നിങ്ങളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? ഐ വിൽ എക്സ്പ്ലെയിൻ. നമ്മളിവിടെ ഒരു കോഴ്സ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, മറിച്ച് മെന്റർഷിപ്പ് സപ്പോർട്ടാണ്. കറന്റ് നമുക്ക് 3 പ്രോഗ്രാംസ് ഉണ്ട്: മേൺ, മീൻ, പൈത്തൺ, ഡിജാങ്കോ. ഇനി മെന്റർ ബ്രോയിൽ പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനകത്ത് 3 എണ്ണത്തിൽ ഒന്നിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് ലേറ്റർ നമ്മളെ ടീം അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒന്ന് കണ്ടെത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നതിനെ ബേസ് ചെയ്ത് നമ്മൾ നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ ഏബിൾ ആണെങ്കിൽ നിങ്ങളുമായി നമ്മൾ പ്രീ ടെസ്റ്റിലേക്ക് ഒരുമിച്ച് ജേർണി സ്റ്റാർട്ട് ചെയ്യും. 70 days നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രീ ടെസ്റ്റ്. ഇതിനകത്ത് 3 ഫേസുകളാണുള്ളത്: ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഫേസ് 1 വരുന്നത് പ്രീ മോട്ടിവേഷൻ ആണ്. ആ ഒരു മൊമെന്റിൽ IT ഫീൽഡിലെ എൻഡർ ജേർണിക്ക് വേണ്ടി നിങ്ങളെ മെന്റലി നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതിനുശേഷം വരുന്നത് ഫേസ് 2 ആണ്, പ്രീ ടെസ്റ്റ് റൗണ്ട് 1. പ്രീ ടെസ്റ്റ് റൗണ്ട് 1 8 days നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് അത് ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഈ 8 daysലേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയൽസും കോൺസെപ്റ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് 8th day നമ്മുടെ റിവ്യൂവർ നിങ്ങളെ ട്രയൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യും. ആൻഡ് നിങ്ങൾ അത് ഫെയിൽ ആയാലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാവുന്നതാണ്. നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഫേസ് 3 ആണ്, അതായത് പ്രീ ടെസ്റ്റ് റൗണ്ട് 2. ഈ ഒരു ഫേസ് വളരെ നിർണായകമായിരിക്കും. അതിന്റെ എൻഡിൽ 8th day നമ്മൾ വരുത്തുന്ന ആ 16th day നമ്മൾ ഫൈനലി നിങ്ങളെ ടെസ്റ്റ് ചെയ്യും. ആൻഡ് ആ ടെസ്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരു 60 days നമ്മളുടെ എൻഡയർ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. എന്നിട്ടും നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി, IT ഫീൽഡിലേക്ക് നിങ്ങൾ ജമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കഴിവില്ലെന്നോ അങ്ങനെ ഒന്നുമല്ല. നിങ്ങൾക്ക് കഴിവുണ്ട്, നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള മറ്റേതൊക്കെ ഫീൽഡ് ഉണ്ട്. പക്ഷെ IT ഫീൽഡിൽ നിങ്ങൾ ഓക്കെ അല്ല എന്നുള്ളതാണ്. പക്ഷെ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ ഇതിന് ഓക്കെ ആണോ അല്ലേ എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇടുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഗ്രോ ചെയ്യാനുള്ള ചാൻസ് കൂടും. സോ ഇൻ കേസ് നിങ്ങൾ ഫെയിൽ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രിപ്പയർ ചെയ്യാനുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾ ഇന്നായി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ ഇറ്റ് സെൽഫ് നിങ്ങളും തമ്മിലുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യാണ്. ഓവറോൾ നമുക്ക് വരുന്നത് 8 months ആണ്. ഈ 8 monthsന്റെ കൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ട്രെയിനിങ് സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ ഡെയിലി നിങ്ങൾക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യും. ഇതിനകത്ത് ആദ്യം 1.5 മാസം, ആ 1.5 മാസം നിങ്ങൾ ഏത് പ്രോഗ്രാം എടുക്കുകയാണെങ്കിലും നിങ്ങൾ എന്തൊക്കെയാണോ പഠിക്കേണ്ടത് അതിന്റെ നോട്ട്സ്, മെറ്റീരിയൽസ്, യൂട്യൂബ് ലിങ്ക്സ് ഉൾപ്പെടെ കംപ്ലീറ്റ് പാക്കേജ് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിൽ ഓരോ മൊമെന്റിലുള്ള പീക്ക് പോയിന്റ്സ് എന്താണുള്ളത് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ പീക്ക് പോയിന്റ്സിൽ റിവ്യൂവേഴ്സ് വന്നിട്ട് നിങ്ങളെ അസസ് ചെയ്യും. ആൻഡ് നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർ ഗൈഡൻസും തരും. ഓരോ പീക്ക് പോയിന്റ്സിലേക്ക് നിങ്ങൾ പോകേണ്ട തലേ ദിവസം റിവ്യൂവർ തന്നെ വന്നിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള പ്രോപ്പർ ഐഡിയ നിങ്ങൾക്ക് തരും. ആൻഡ് ആഫ്റ്റർ 1.5 months പിന്നെ വരുന്ന ഒരു ജേർണി എന്ന് പറയുന്നത് അവിടെ നമ്മൾ ലിങ്ക്സോ മറ്റു കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യില്ല, മറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ഓരോ കോൺസെപ്റ്റും നിങ്ങൾക്ക് തരും. ആൻഡ് യു നീഡ് ടു ഫൈൻഡ് ആൻഡ് ലേൺ ദോസ് തിങ്സ്. ഈ ഒരു മൊമെന്റിലാണ് ശരിക്കും നമ്മൾ നിങ്ങളെ സെൽഫ് ലേണിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെയും പീക്ക് പോയിന്റ്സ് ഉണ്ടാവും. പീക്ക് പോയിന്റ്സിൽ റിവ്യൂവേഴ്സ് വന്നിട്ട് നിങ്ങൾ അസസ് ചെയ്യും. ആൻഡ് ഓരോ പോയിന്റിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് തൊട്ട് മുമ്പും റിവ്യൂവേഴ്സ് വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കംപ്ലീറ്റ് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ തരും. ഒരു 4 monthsന്റെ ഉള്ളിൽ നിങ്ങൾ ഒത്തിരി മിനി പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇന്ന് പല ആളുകളും ചില കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, 3 months, 4 months. ആ കോഴ്സുകളൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. അതിനകത്ത് വരുന്ന പല ചെറിയ പ്രോജക്ട്സ് ഉണ്ട്. ഇതിനേക്കാൾ വലിയ പ്രോജക്റ്റുകൾ നമ്മൾ ഈ ഒരു 4 monthsന്റെ ഉള്ളിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കും. എന്നാൽ അതിനുശേഷം വരുന്ന ഒരു 36 days, ഈ 36 daysലും ത്രൂ ഔട്ട് ദ ജേർണിയിലും നിങ്ങൾക്ക് ഒത്തിരി പീക്ക് പോയിന്റ്സ് ഉണ്ട്. എല്ലാ പീക്ക് പോയിന്റ്സിലും റിവ്യൂവേഴ്സ് നിങ്ങൾ അസസ് ചെയ്യുകയും ഗൈഡ് ചെയ്യുകയും ചെയ്യും. ആൻഡ് ഈ ഒരു 36 daysൽ നമ്മൾ നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് തരും. ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ day 1 നമ്മൾ ആ പ്രോജക്റ്റിന്റെ A to Z കാര്യങ്ങൾ 10 hours എടുത്തിട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്തു തരും. ആൻഡ് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിവ്യൂവേഴ്സിനോട് ഡയറക്റ്റ് ചോദിച്ച് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആ ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു വലിയ മെഗാ പ്രോജക്റ്റ് നിങ്ങൾക്ക് തരും. ആൻഡ് ആ ഒരു പ്രോജക്റ്റിൽ സോഴ്സ് കോഡോ മറ്റൊന്നും നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല, മറിച്ച് ആ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ട വിധം, അതിന്റെ പ്രോപ്പർ ഐഡിയ, ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ് ഇതെല്ലാം നിങ്ങൾക്ക് കൺവേ ചെയ്ത് തന്നതിന് ശേഷം നമ്മൾ 6 ഓപ്ഷൻസ് നിങ്ങൾക്ക് തരും. അതിനകത്ത് ആപ്റ്റ് ആയിട്ടുള്ള ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിലായിരിക്കണം നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ ഡാറ്റ സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ പാർട്ടാക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു 8 months ഉള്ളിൽ റെസ്യൂമെ പ്രിപ്പറേഷൻ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ, ജോബ് ആപ്ലിക്കേഷൻ ഗൈഡൻസ്, പിന്നെ ഒത്തിരി മോക്ക് HR ഇന്റർവ്യൂസും മോക്ക് ടെക്നിക്കൽ ഇന്റർവ്യൂസും നമ്മൾ നിങ്ങൾക്ക് തരും. ആഫ്റ്റർ ദാറ്റ് 2 മെഗാ പ്രോജക്ട്സ്, ആ 2 മെഗാ പ്രോജക്റ്റുകൾക്ക് ശേഷം നമ്മൾ നിങ്ങളെ ഒരു കൊളാബ് പ്രോജക്ട് എൻവിറോൺമെന്റിൽ ഇടും.
നിങ്ങൾ ത്രൂ ഔട്ട് ദ ജേർണിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ ഒട്ടുമിക്ക റിവ്യൂവേഴ്സിനും സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ കമ്പനീസ് ഉണ്ട്. സോ അവരുടെ ടീമിന്റെ പാർട്ടായിട്ട് പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തു. 12 days ആണ് കൊളാബ് പ്രോജക്റ്റ് വരുന്നത്. ആൻഡ് എല്ലാം നിങ്ങളുടെ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഒരു പ്രൊജക്ട് എൻവിറോൺമെന്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നിങ്ങളെ കൊണ്ട് കൊളാബ് പ്രോജക്റ്റ് ചെയ്യിപ്പിച്ചെടുക്കും. 95% ആളുകളും ലോകത്ത് സക്സസ് ആവാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രോപ്പർ പ്രഷർ ഇല്ല എന്നുള്ളതാണ്. അതായത് അവർക്ക് എപ്പോഴും ലേസി ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും വരിക. എന്തിനാ ഞാൻ ഇത് ചെയ്യുന്നേ, ഇതൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നാളെ ആവാം മറ്റന്നാളെ ആവാം. നമ്മളുടെ ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ നിങ്ങളുടെ ലേസിനെസ് ഫുള്ളി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെന്റൽ സപ്പോർട്ട് ഒപ്പം പ്രോപ്പർ പ്രഷറും നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇനി ആർക്കാണ് മെന്റർ ബ്രോ? ഫിനാൻഷ്യലി സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകൾ, പക്ഷെ IT ഫീൽഡിൽ ഒരു കരിയർ സ്വപ്നം കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് മെന്റർ ബ്രോ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനി അതല്ല, നാട്ടിൽ പല ആളുകളും ഹ്യൂജ് എമൗണ്ടുകളാണ് ചോദിക്കുന്നത്. ഇത്രയൊക്കെ എമൗണ്ട് ഉണ്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടി എന്നുള്ള ഡൗട്ടുള്ള ആളുകൾക്കും മെന്റർ ബ്രോ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഒറ്റയ്ക്ക് സെൽഫ് ലേൺ ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന ആളുകളുണ്ട്. അവര് ഫേസ് ചെയ്യാൻ പോകുന്ന വലിയൊരു ഇഷ്യൂ ഉണ്ട്. ആ ഒരു ഇഷ്യൂവിനെ റിസോൾവ് ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ഇത് സ്ട്രക്ചറൈസ് ചെയ്തേക്കുന്നത്. സോ അത്തരം ആളുകൾക്കും മെന്റർ ബ്രോ ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി പല ആളുകളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, മെന്റർ ബ്രോയിൽ പഠിച്ചാൽ മാത്രമേ ഇത്രയൊക്കെ കാര്യങ്ങൾ കിട്ടുള്ളൂ, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? യെസ്, നിങ്ങൾക്ക് ഏത് ഓപ്ഷനും സെലക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ മെന്റർ ബ്രോ എന്ന കോൺസെപ്റ്റ് വന്ന മൊമെന്റിൽ നമ്മൾ എടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു നമ്മൾ ഒരു കാലത്തും മാർക്കറ്റിംഗ് ടീമിനെയും സെയിൽസ് ടീമിനെയും അപ്പോയിന്റ് ചെയ്യില്ല എന്നുള്ളത്. നമ്മൾ ഒത്തിരി ഈ ഒരു ഇൻഡസ്ട്രിയിലെ പല കാര്യങ്ങളും റിസർച്ച് ചെയ്തു. ആ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ നിന്ന് കളക്ട് ചെയ്യുന്ന മേജർ എമൗണ്ടും അവരുടെ കമ്പനിയുടെ ഗ്രോത്തിന്റെ നെക്സ്റ്റ് ഫേസിന് വേണ്ടി മാർക്കറ്റിംഗിലും സെയിൽസിലാണ് പല എഡ്യൂക്കേഷൻ കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അത് നമ്മളുടെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഇത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സോഷ്യൽ സർവീസ് എന്നോണം തുടങ്ങിയ ഒരു കോൺസെപ്റ്റ് ആണ്. സോ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങളിൽ നിന്ന് വാങ്ങുന്ന മേജർ ഷെയറും അവർ ഈ 2 ഫീൽഡിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. മറിച്ച് നമ്മൾ നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത് വളരെ കുറഞ്ഞ എമൗണ്ട് ആണ്. ആൻഡ് ആ ഒരു എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. സോ ആ ഒരു കാര്യത്തിൽ മെന്റർ ബ്രോ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ആൻഡ് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, നമ്മൾ വളരെ കുറച്ച് ആളുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെയാണ് നെഗറ്റീവ്ലി എഫക്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ബിസിനസ് അല്ല. നമ്മളൊരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് വരുന്ന എല്ലാവരും എടുക്കാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് ഒത്തിരി പ്രശ്നമുണ്ട്. അത് ഈ ഒരു മൊമെന്റിൽ നമുക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല. പക്ഷെ പല ഫേസുകളിലായിട്ട് പറഞ്ഞുതരാം. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു 100 പേരുണ്ടെന്ന് വിചാരിച്ചു. 100 പേരെയും നമ്മൾ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ 100 പേരും ഒരുമിച്ച് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. 100 കോമ്പറ്റീറ്റേഴ്സ് നമ്മൾ കാരണം തന്നെ നിങ്ങൾക്ക് മുമ്പിൽ ക്രിയേറ്റ് ആവുകയാണ്. സോ കോമ്പറ്റീഷൻ അത്രയും കൂടും. ഓൾറെഡി IT ഫീൽഡിൽ ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിന്റെ ഇടയിൽ നമ്മൾ കൂടുതൽ ആളുകളെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് കോമ്പറ്റീറ്റേഴ്സ് കൂടും. ഇത് കൂടാതെ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതെല്ലാം നമ്മൾ പിന്നീട് പറഞ്ഞുതരാം. സോ എല്ലാവർക്കും നല്ലൊരു കരിയർ ആശംസിക്കുന്നു. സീ യു ദേർ ഇൻ പ്രീ ടെസ്റ്റ്.